ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനും വളരെ അഡ്വൈസറുമായിട്ടുള്ള ഒരു സീനിയർ മന്ത്രിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇത് 20 വർഷമായിട്ട് പുള്ളി മറ്റ് രാജ്യങ്ങളിലെല്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി പറയേണ്ട ഇതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ അപകർഷതാബോധം ഒരു ഡോക്ടർമാർക്കും പാടില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർമാർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ പ്രധാന കാരണം ഒന്ന്, ഓക്സിജൻ ലെവൽ എത്രയും നമ്മൾ കൂട്ടുന്നു അത്രയും നല്ലതാണ്. ഈ ഓക്സിജൻ ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമസ്കാരം. ഇനിയിപ്പോൾ ഇന്ന് പല ആളുകളും എന്ന് പറഞ്ഞാൽ പല പേഷ്യൻസും അല്ലാത്തവരും അറിയാൻ വേണ്ടിയിട്ടും ഡോക്ടർമാർ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് ഞാൻ 15, 20, 30 വർഷമായിട്ട് സഫർ ചെയ്യുകയാണ്, ഇതിനെന്ത് ചെയ്യാൻ സാധിക്കും? ചില MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അത് ഡോക്ടർമാർ പറഞ്ഞ് അതെടുത്തു, CT സ്കാൻ പറഞ്ഞ് അതെടുത്തു, മറ്റെന്തെല്ലാം ടെസ്റ്റുകളുണ്ട് അതെല്ലാം ചെയ്തു, ന്യൂറോളജിക്കലായിട്ടുള്ള ഡോക്ടറെ കണ്ടു, മാനസിക ഡോക്ടർമാർ വരെയും കണ്ടു. പക്ഷേ ഇതിനൊന്നിനും യാതൊരു സുഖവും കാണുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയുന്നത്, ഒരു ഡോക്ടർ, അത് ഏത് സിസ്റ്റം ആയിക്കോട്ടെ, മോഡേൺ മെഡിസിനോ ഹോമിയോപ്പതിയോ നാച്ചുറോപ്പതിയോ ഏതായാലും, അവരറിഞ്ഞിരിക്കേണ്ട പ്രധാന കാരണം എന്താണ് എന്നുള്ളത്. ഈ ഡോക്ടർമാർ മുഴുക്കെ മൈഗ്രെയിൻ ഹെഡേക്കിൽ ഇരുട്ടിൽ തപ്പുകയാണ്. അപ്പം പല വൈദ്യശാസ്ത്രങ്ങളും വായിച്ച് മനസ്സിലാക്കിയിരിക്കണം ഒരു ഡോക്ടർ എന്ന നിലയിൽ. അതായത് ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പറയുന്നത്, എ ഫിസിഷ്യൻ മസ്റ്റ് ബി അൺപ്രജുഡിസ്ഡ് ഒബ്സർവർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഈ അപകർഷതാബോധം ഒരു ഡോക്ടർമാർക്കും പാടില്ല. അത് നമ്മുടെ ഇന്ത്യയിൽ ഡോക്ടർമാർക്കാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്, യൂറോപ്പിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, ഈവൻ ചൈന വരെ, കമ്മ്യൂണിസ്റ്റ് ചൈന വരെയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചൈനയുടെ കാര്യം പറയുന്നതിൻ്റെ കാരണം അവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയാനായിട്ടാണ്. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ചിലപ്പോൾ മറന്നു പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നിങ്ങളെല്ലാം കേട്ട് കാണും, CM സ്റ്റീഫൻ എന്ന് പറഞ്ഞ നമുക്കൊരു പ്രതിപക്ഷ നേതാവുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്. അപ്പം അദ്ദേഹം എൻ്റെ വീട്ടിനടുത്തുള്ള ആളാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിനെ അറിയാം. എന്നെ മോനെ എന്ന് വിളിക്കും, ഞാൻ അങ്കിളെ എന്ന് വിളിക്കും. അപ്പോൾ ഞാനിങ്ങനെ ജർമ്മനിയിലായിരുന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം അന്ന് വാർത്താവിനിമയത്തിൻ്റെ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അന്ന് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഗോയ്തെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഇപ്പോഴത്തെ ജർമ്മനിയല്ല, വെസ്റ്റ് ജർമ്മനി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിസിറ്റ് ഞാനവിടെ ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിച്ചു, അങ്കിളിന് എന്താണ് പ്രശ്നം? അതെനിക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് ഏകദേശം ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ഉണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കും? ഞാനിവിടെ 5 ദിവസത്തെ പ്രോഗ്രാമിനായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, യു ഡോണ്ട് വറി. ഞാൻ ആദ്യം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി അവിടെ കേസുകളെല്ലാം ചെയ്ത് ബാക്കി ഹിസ്റ്ററി എല്ലാം നോക്കി എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവസാനം ഞാൻ അവിടുത്തെ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ റിസർച്ച് ചെയ്യുകയായിരുന്നു ഒന്ന് ഇതിനെപ്പറ്റി, ഈ ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യുപഞ്ചർ. ഈ ഫോറിൻ കൺട്രികൾക്ക്, ഡെവലപ്പ് കൺട്രീസ് ഒരു ഗുണമുണ്ട്, അവരെല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഏത് സിസ്റ്റം അവർ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ജർമ്മനി ആണെങ്കിൽ അവരുടെ നാഷണൽ മെഡിസിനാണ് ഹോമിയോപ്പതിക് മെഡിസിൻ. ഹോമിയോപ്പതിക് മെഡിസിൻ തന്നെ ഉണ്ടായത് ജർമ്മനിയിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും പറയുന്നതെന്നുള്ളത്. അദ്ദേഹം അന്നൊരു വേൾഡ് ലീഡർ എന്ന് തന്നെ പറയാം. ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തനും വളരെ അഡ്വൈസറുമായിട്ടുള്ള ഒരു സീനിയർ മന്ത്രിയായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഇത് 20 വർഷമായിട്ട് പുള്ളി മറ്റ് രാജ്യങ്ങളിലെല്ലാം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇനി പറയേണ്ട, ഞാൻ വർക്ക് ചെയ്യുന്ന അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പുള്ളിയെ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു, ഇതിന് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് അക്യുപഞ്ചർ. അക്യുപഞ്ചർ എന്ന് പറയുന്നത് ചൈനീസ് സിസ്റ്റം ഓഫ് മെഡിസിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ പ്രധാന കാരണം? അത് കാരണങ്ങൾ അറിയാതെ തന്നെയാണ്, അതായത് ഒരു കാരണമില്ലാതെ
ഒരു സോക്കേടും അല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ ഇതാണ് വേർ ദർ ഈസ് എ പ്രോബ്ലം ദർ ഈസ് എ സൊല്യൂഷൻ. ദർ ഈസ് ആൻ എക്സാക്ട് സൊല്യൂഷൻ ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ഏതെങ്കിലും ഒരു കാരണമില്ലാതെ ഒരു വരത്തില്ല. അത് മിക്കവാറുമുള്ള ഡോക്ടേഴ്സ് ഡയഗ്നോസ് അൺനോൺ റീസൺ അല്ലെങ്കിൽ അൺനോൺ ഫാക്ടർ. പക്ഷേ അങ്ങനെയല്ല, ഇത് നോൺ ഫാക്ടർ തന്നെയാണ്. പക്ഷേ നമ്മളത് കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അവർ പിന്നെ മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ പ്രധാന കാരണം ഒന്ന് ലിവറിൻ്റെ ഡീറേജ്മെൻറ്റ്. ലിവർ ഡിസീസ് ഉള്ളവർക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് വരാം. പക്ഷേ അത് നമ്മൾ മാറ്റുന്നു. ഡിപ്രഷൻ ഉള്ളവർക്ക് മൈഗ്രെയിൻ പല കാരണങ്ങൾ കൊണ്ട് വരാം. പക്ഷേ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ ഓഫ് ഗാൾ ബാർഡർ. ഗാൾ ബാർഡർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അവയവമുണ്ട്. അതിൻ്റെ മലയാളം പിത്തരസോ പിത്തസഞ്ചി അങ്ങനെ പറയാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഡിസോർഡർ കൊണ്ടാണ്. പക്ഷേ ഈ ഒറ്റ സിസ്റ്റക്കാരും ഇത് അവർക്ക് അറിയാൻ പാടില്ല. അതിൽ ഈ ചൈനീസ് മെഡിസിൻ ആൻഡ് അക്യൂപഞ്ചർ എന്നുള്ള ആ സിസ്റ്റത്തിന് മാത്രമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഈ ഗാൾ ബാർഡർ മെറിഡിയൻ എന്ന് പറഞ്ഞു. മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ എന്നാണ്. അതിൽ പ്രത്യേക നീഡിൽ കൊടുത്ത് ഇലക്ട്രോണിക് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര നിൽക്കാത്ത മൈഗ്രെയിൻ നിൽക്കും. ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ കാരണം ഒരു തുള്ളി മെഡിസിൻ്റെ പോലും ആവശ്യമില്ല. പക്ഷേ ജനറലായിട്ടൊരു ജനറൽ കണ്ടീഷൻ എല്ലാം നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം. പിന്നെ ഓക്സിജൻ ലെവൽ എത്രയും നമ്മൾ കൂട്ടുന്നു അത്രയും നല്ലതാണ്. ഈ ഓക്സിജൻ ലെവൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മറ്റ് കെമിക്കൽ അല്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് കഴിക്കേണ്ടത്. കാരണം ഫ്രൂട്ട്സ് വിൽ ക്ലീൻ ദ ബോഡി ആൻഡ് ദ മൈൻഡ് എന്നാണ്. അപ്പോൾ പല ഫ്രൂട്ട്സിൻ്റെ ജ്യൂസുകൾ കൊണ്ടും മൈഗ്രെയിൻ ഹെഡേക്കുകാർക്ക് മൈഗ്രെയിൻ ഹെഡേക്കിന് വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് വന്നു കഴിഞ്ഞാൽ ഒരു 2, 3, 4 ദിവസത്തേക്ക് അവർക്ക് എല്ലാത്തിനോടും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒന്നും അവർക്ക് ഇഷ്ടമല്ല. സൗണ്ട് ഇഷ്ടമല്ല, വർത്തമാനം പറയുന്നത് ഇഷ്ടമല്ല, ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിന് ഭാര്യ ഇഷ്ടമല്ല, കൊച്ചുങ്ങൾ ഇഷ്ടമില്ല. എല്ലാം ഒരു ഡിസോർഡറാണ് ടോട്ടൽ. ഒരു 3-4 ദിവസത്തേക്ക് വരെ വേറൊന്നിനും കൊള്ളത്തില്ല. രാത്രിയും പകലും മൂടിപ്പോച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നതെല്ലാം സെഡേറ്റീവ്സാണ്. അപ്പോൾ ഈ സെഡേറ്റീവിൻ്റെ ആ സെഡേഷൻ കൊണ്ട് അവർ മയങ്ങിക്കിടക്കുന്നു. അപ്പോൾ ആ സമയത്തും ഈ സെഡേഷൻ സമയത്തും യഥാർത്ഥമായിട്ട് വേദന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെഡേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പിന്നെ അക്യുപഞ്ചറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൺ പോയിൻറ്റ്സ് കൊടുക്കുമ്പം ഇറ്റ്സ് ബിഗാൻ ദ സെക്രീഷൻ എന്ന് പറയുന്നത് എൻഡോർഫിൻ എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാക്കും. എന്ന് പറയുന്നത് നാച്ചുറൽ പെത്തിലിൻ അല്ലെങ്കിൽ നാച്ചുറൽ മോർഫിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ചൈനയിലെ ലോകത്തിലെങ്ങും അക്യുപഞ്ചർ അനസ്തേഷ്യ എന്നൊരു സബ്ജക്റ്റും ഇല്ല, പഠിപ്പിക്കുന്നതുമില്ല, പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. അപ്പോൾ ഈ ഒരു സംഗതി പഠിക്കാൻ തന്നെയാണ് ഞാൻ ചൈനയിൽ പോയത്. അക്യുപഞ്ചർ അനസ്തേഷ്യ ബോധം കെടുത്താൽ നമുക്ക് സർജറി ചെയ്യാൻ സാധിക്കും. ദ പേഷ്യൻറ്റ് ഈസ് കോൺഷ്യസ് ത്രൂ ഔട്ട് ദ സർജറി ബട്ട് ഡസൻറ്റ് ഫീൽ ദ പെയിൻ. വേദന അറിയത്തേയില്ല. അത് അവർക്ക് അവരുടെ സർജറി കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ സർജറി സ്ക്രീനിൽ കാണാം, ഡോക്ടറുമായിട്ട് വർത്തമാനം പറയാം, വെള്ളം കുടിക്കാം, ഫ്രൂട്ട്സ് വരെയും കഴിക്കാം. പക്ഷേ വേദന അറിയത്തില്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻഡോഫിൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഒരു പെത്തിലിൻ അല്ലെങ്കിൽ മോർഫിയ എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഗുണമല്ലാതെ യാതൊരു ദോഷവുമില്ല. അപ്പോൾ മൈഗ്രെയിൻ ഹെഡേക്കിൻ്റെ പ്രധാന ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യുപഞ്ചർ കൊണ്ട് ഇത് മാറ്റാൻ സാധിക്കും, പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഗാൾ ബാർഡർ ലിവറിൻ്റെ കൊണ്ടും വരാം. അപ്പം നമ്മൾ അതിൻ്റെ ന്യൂട്രീഷൻ വേണ്ടി വരും. അപ്പോൾ അതിന് പ്രധാനമായിട്ട് ഡ്രഗ്സ് അല്ല, വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ്, പിന്നെ മാക്സിമം ഫ്രൂട്ട് ജ്യൂസും കഴിക്കുക. പിന്നെ മറ്റ് ഈ സ്പൈസസ് പോലുള്ള മാക്സിമം കുറയ്ക്കുക. അത് മൈഗ്രെയിൻ ഹെഡേക്ക് നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. പക്ഷേ മറ്റ് സിസ്റ്റം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൽ ഹോമിയോപ്പതിയിൽ എഫക്റ്റീവ് മെഡിസിനുണ്ട്, ആയുർവേദത്തിലുണ്ട്, മോഡേൺ മെഡിസിനിലും എല്ലാം ഉണ്ട്. പക്ഷേ മോഡേൺ മെഡിസിൻ ന്യൂട്രീഷൻ ഉണ്ട്, പക്ഷേ ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യാറില്ല. അവർ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത് ഡ്രഗ്സാണ്. ഈ ഡ്രഗ്സ് കൊടുക്കും തോറും വീണ്ടും ഗാൾബാർഡറും ലിവറും ഡിസോർഡറാവും. അത് മാറാൻ പോകുന്നില്ല, താൽക്കാലികമായിരിക്കും. പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ അവർ വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ് മിനറൽസ്, മാക്സിമം ഫ്രൂട്ട്സ് കഴിക്കുക. പിന്നെ നിങ്ങൾ നല്ല പഠിച്ചിട്ടുള്ള അക്യുപഞ്ചർ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. ഇതാണ് നമുക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് പരിപൂർണമായിട്ടുള്ള മാറ്റാനുള്ളൊരു ചികിത്സാ രീതി. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പ്രയാസമാണ്.